ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ രസമുള്ളൊരു സ്ഥലമാണ് ലൈം സ്റ്റോൺ കേവ്. എന്താണ് ലൈം സ്റ്റോൺ കേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളർന്നുകൊണ്ടിരിക്കുന്ന പാറ, വെള്ള കളറിലെ പാറയാണ് പലതരത്തിലുള്ളത്. അപ്പോൾ ഈ പാറ ചുമ്മാ അറ്റ്മോസ്ഫിയറിൽ വളരുക, അതായത് സൂര്യപ്രകാശത്തല്ല വളരണേ, ഇതൊരു ഗുഹയ്ക്കകത്താണ് വളരുന്നത്. അപ്പോൾ ഈ ഗുഹ കാണാനായിട്ട് ലോക സഞ്ചാരികൾ മൊത്തം വരുന്നൊരു സ്ഥലമാണ്. വളരെ ഇവിടെ ചെന്ന് പെടാനായിട്ട് നമുക്ക് ഏകദേശം 3-4 മണിക്കൂറെങ്കിലും എടുക്കും. കാരണം നമ്മളൊരു ഇതുപോലെ ബസ്സിൽ പോയതിന് ശേഷം ജങ്കാറിൽ കയറി, ജങ്കാറിൽ അപ്പുറത്തിറങ്ങി, പിന്നെ സ്പീഡ് ബോട്ടിലൊരു ഇതുണ്ട്. ഈ സ്പീഡ് ബോട്ടിൽ ഏകദേശം എനിക്കുള്ളത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും എടുക്കും. 3/4 മണിക്കൂർ കൂടുതൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് പോകണം. അപ്പോൾ ഈ മഴയുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതാണ് മെയിനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവനങ്ങനെ പോയി നമ്മൾ ഈ ഫൈനലി നമ്മുടെ ഈ ലൈം സ്റ്റോൺ കേവിൻ്റെ ഏകദേശം 1.5 കിലോമീറ്റർ മുമ്പായിട്ട് വന്ന് നിൽക്കും. അതിനുശേഷം നമ്മൾ 1.5 കിലോമീറ്റർ നടന്ന് വേണം ഈ ലൈം സ്റ്റോൺ കേവിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന്. അവിടെ ചില എനിക്കുള്ള ഒരു 4 മണിക്കൂറെങ്കിലും 3.5-4 മണിക്കൂറെങ്കിലും നമ്മൾ മെനക്കെട്ടിട്ടാണ് പോകുന്നത്. ഇത് കണ്ടൽക്കാടുകളുടെ ഇടയിലാണ്, മൊത്തം നമുക്ക് കണ്ടൽക്കാടുകളാണ്. അപ്പോൾ ഈ കണ്ടൽക്കാടുകളുടെ സൈഡിൽ കൂടിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മുതലയൊക്കെയുള്ള കാടുകളാണ്. മുതലയൊക്കെ ഉണ്ടെന്ന് പറയും, പക്ഷെ ഞങ്ങൾ മുതലേനെ ഒന്നും കണ്ടില്ല. അപ്പോൾ എല്ലാവരും ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, സ്വർലയുണ്ട്, സുദീഖ് പ്രിൻസുണ്ട്, എല്ലാവരും, അമ്മയുണ്ട്, ശ്രേയസുണ്ട്, എല്ലാവരും ഉണ്ട്, ഫാമിലി മൊത്തം ഉണ്ട്. അച്ഛൻ മാത്രം വന്നില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ വീട്ടിലായിരുന്നു, പക്ഷേ ഞങ്ങളെല്ലാവരും പോയിട്ട് വന്നു. അപ്പോൾ തന്നെ ഇതുപോലെ കണ്ടൽക്കാടുകളുടെ സൈഡിൽ കൂടി ഇങ്ങനെ വീണ്ടും ബോട്ടിൽ ഇങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക എത്രത്തോളം ദൂരം യാത്ര. അപ്പോൾ ഈ അവർ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ബോട്ടിൽ. നോ പ്രോബ്ലം. പക്ഷേ നമ്മളിങ്ങനെ നല്ല രസകരമായ യാത്രയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ ശരിക്കും എനിക്ക് മനസ്സിലായത് എത്രത്തോളം സഞ്ചാരികളാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരുന്നതെന്നുള്ളതാണ്. ഇതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. അവർ തൊട്ടടുത്ത ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടില്ലേ, കുറച്ച് മുമ്പോട്ട് കയറി. എനിക്ക് തോന്നുന്നു ആ ബോട്ടിന് പവർ കൂടുതലാണോ, എൻജിൻ വലുതാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഈ ഓളത്തിലങ്ങനെ കയറുമ്പോഴൊന്ന് ചാഞ്ചാടും ബോട്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ പേടിയൊക്കെ വരും, കാരണം ഇത്ര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കണ്ടൽക്കാടുകളുടെ സൈഡിൽ കൂടി തന്നെയാണ് ഇത്തവണ അവർ അങ്ങോട്ട് പോകുന്നത്. ഈ തിരിച്ചു വരുന്നത് സെൻട്രലിൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ അവരുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെ സേഫ്റ്റി ആയിട്ടാണ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ 2 പേര് വെച്ചാണ് വരുന്നത്. ഒരാൾ ഡ്രൈവറും, ബോട്ടിൻ്റെ ഡ്രൈവറും, രണ്ടാമത്തെ ആൾ നമ്മളെ ഈ ഗൈഡ്. അതായത് ഈ പർട്ടിക്കുലർ സ്ഥലത്തിന് പ്രത്യേകം ഗൈഡുണ്ട്. എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ ഗൈഡുകളുണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ സ്ഥലത്തിന് പ്രത്യേകം ഗൈഡെന്ന് വെച്ചാൽ ഈ കാടുമായിട്ടും അല്ലെങ്കിൽ ഈ കണ്ടൽക്കാടുമായിട്ടും ഈ സ്ഥലങ്ങളുമായിട്ടും അറിയാവുന്ന ആൾക്കാർ മാത്രമേ ഇതിന് ഗൈഡായിട്ടിരിക്കുള്ളൂ. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നീല ഷർട്ടിട്ടിരിക്കുന്ന ആളാണ് അതിൻ്റെ പ്രത്യേകം ഗൈഡ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഇതൊന്ന് പോയി കാണുക എന്നുള്ളത്. അപ്പം മറ്റു 2 ബോട്ടുകളും വളരെയധികം മുമ്പിലേക്ക് കയറിപ്പോയി കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിലൂടെയുള്ള യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് മാത്രമല്ല, ഓൾ ഓവർ വേൾഡിൽ ഒട്ടുമിക്ക എല്ലാവർക്കും ഈ വാട്ടറിൽ കൂടിയുള്ള സവാരി ഭയങ്കര ഇഷ്ടമാണ്. അതും ഇതുപോലെയുള്ള സ്പീഡ് ബോട്ടുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കായലിനെയും ആ വെള്ളത്തിൻ്റെ സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര ത്രില്ലാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ടേണിങ്, അകത്തേക്ക് കയറുകയാണ്. നമുക്ക് കണ്ടൽക്കാടുകളുടെ ഉള്ളിലേക്ക് കയറുകയാണ്. അകത്തേക്ക് എന്തോരം കനാലുകളുണ്ടെന്നറിയാമോ? അതാണ് ഇതുണ്ടല്ലേ, കറങ്ങി വരികയാണ് ബോട്ട്. ഇത് അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇവനങ്ങ് ചെല്ലുന്നത് ബോട്ട്. ഒരു ഭയങ്കര എക്സ്പെർട്ടാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇവിടെ ഇട്ട് ഓടിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഇതാണ്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. പിന്നെ കണ്ടില്ലേ, ഇതിനൊരു ബ്രിഡ്ജുണ്ട് ഇവിടെ. ആ ബ്രിഡ്ജിൻ്റെ അടി കൂടിയാണ് നമ്മൾ ഈ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. കണ്ടോ, ഇത് ആൾക്കാർ ഇവിടെ ഇറക്കാനൊക്കെ ആയിട്ടുള്ള വലിയ വലിയ സംവിധാനങ്ങളെല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബോട്ടിൻ്റെ ഡ്രൈവർമാരൊക്കെ വളരെ കോർഡിനേറ്റഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് കോർഡിനേറ്റഡാണ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ നടക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം 1.5 കിലോമീറ്ററോളം ഇതുപോലെ മണ്ണിൽ കൂടി നടക്കണം. നടന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടൽക്കാടിലെത്താൻ പറ്റും. ഇപ്പോൾ മഴയായതുകൊണ്ട് കുറേ ഭാഗത്തൊക്കെ ചെളിയുണ്ടായിരുന്നു. അപ്പോൾ ഈ റോഡെന്നൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഡെവലപ്ഡ് ആക്കിയിട്ടൊന്നുമല്ല, സാധാരണ പോലത്തെയുള്ള റോഡുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ നമുക്ക് പാടശേഖരങ്ങൾ പോലത്തെ സ്ഥലങ്ങൾ അതും ഇതൊക്കെ കാണാൻ പറ്റും. അത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യവാസമൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ ഈ ഒറ്റപ്പെട്ട താമസക്കാരെങ്കിലുമൊക്കെ കാണുമായിരിക്കും. പക്ഷേ അവിടെ ഇങ്ങനെ വീടുകളായിട്ടൊന്നും ഞാൻ അങ്ങനെ കണ്ടില്ല. അവിടെ മേ ബി കാണുമായിരിക്കും.
അപ്പോൾ ഇങ്ങനെ പാറകളുടെ ഇടയിലൂടെയാണ് നമുക്കിനി പോകേണ്ടത്. മൊത്തം പാറകളാണ്. അപ്പോൾ നമ്മൾ കുട്ടികളും പ്രായവരൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കയറ്റങ്ങളുണ്ട്, ഇറക്കങ്ങളുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്നില്ല. പിന്നെ അവസാനം നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ നമ്മുടെ ഗണേഷ്ജി അഥവാ നമ്മുടെ ഗണപതിയുടെ ഒരു പാറ സ്വന്തമായിട്ട് വളർന്നു എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാക്കിയതല്ല. ഈ ലൈം സ്റ്റോൺ കേവിൽ അതുപോലെ തന്നെ ഗണേഷ്ജിയുടെ രൂപത്തിൽ തന്നെ ഒരു പാറ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു. ഭയങ്കരമായിട്ട് ത്രില്ലായിരുന്നു, വളരെ എക്സൈറ്റഡ് ആയിരുന്നു, വളരെ നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആൻഡമാനിൽ പോകുമ്പം തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ലൈം സ്റ്റോൺ കേവ്. പക്ഷേ നിങ്ങളിൽ ടൈം കുറവാണെന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. കാരണം ഈ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുള്ളെടുക്കും ഈ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരാം. പിന്നെ തിരിച്ചു വരുമ്പോഴാണെങ്കിലും ഉള്ള ജങ്കാറുണ്ട് അവിടെ. പിന്നെ അത് 3:30 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ജങ്കാറില്ല. പിന്നെ നമ്മളവിടെ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും വേണം. ടൂർ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഗൈഡുമായിട്ടൊക്കെ നമുക്ക് അവിടെ യാത്ര ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ചുരുക്കം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.